ഏഴാം ദിനത്തിൽ കളം നിറഞ്ഞാടുക തന്നെയാണ്. ഇന്നും മികച്ച രീതിയിലുള്ള കളക്ഷനും കാര്യങ്ങളുമായി സിനിമ മുന്നോട്ട് പോകുന്നു. ചാനലും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് ഇടയിൽ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെ നമുക്ക് വേൾഡ് വൈഡ് ആയിട്ടുള്ള കളക്ഷനേക്കാൾ ഉപരി സിനിമയ്ക്ക് വീണ്ടും ഡിമാൻഡ് കയറുന്നു എന്നുള്ളതാണ്. കേരളം നെഞ്ചിലേറ്റിയ ഈ ഒരു സിനിമ ഇന്ന് പുതിയ സ്ഥലങ്ങളിൽ റിലീസ് എത്തുന്നു എന്നുള്ളതാണ്. ഇന്ന് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് ന്യൂ ലൊക്കേഷൻ ആഡഡ് എന്നുള്ള ആ ഒരു ബാനറിലൂടെ വന്നിരിക്കുന്നതാണ്. അതെ, വിദേശ രാജ്യങ്ങളിൽ ഈ ഒരു സിനിമയുടെ പുതിയ ലൊക്കേഷൻസ് ആഡ് ചെയ്തിരിക്കുന്നു. അത്യാവശ്യം നല്ല ലെവലിലുള്ള ലൊക്കേഷൻസ് ഉണ്ട്. കൊച്ചിയിൽ നോക്കിക്കഴിഞ്ഞാൽ കിങ് സൈസ് കവിതയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെയും തിയേറ്ററിൽ എക്സ്ട്രാ ഷോ ആഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്താണേലും സൂപ്പർബായിട്ടിരിക്കുന്നു എന്ന് പറയാം ഈ ഒരു കാര്യം. അതായത് സിനിമ ഒരു ഫാമിലി എൻ്റർടൈനറാണ്. ഇതിനോടകം തന്നെ എല്ലാ പ്രേക്ഷകർക്കും വലിയ രീതിയിൽ ഇഷ്ടപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെയും പ്രീസെയിലൂടെ 70 ലക്ഷം രൂപയോളം സിനിമയ്ക്ക് കളക്ഷനായി വന്നത്. UK അയർലൻഡിൽ ന്യൂ ലൊക്കേഷൻ ആഡ് ചെയ്തിരിക്കുന്നത് ഏകദേശം 15 മുകളിലുള്ള സെൻറ്ററുകളാണ്. എന്താണേലും അതും കലക്കുകയാണ്. UK നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നു $400K ആണ് നേടിയിരിക്കുന്നത് സിനിമ. മികച്ച രീതിയിലുള്ള റെസ്പോൺസുമായി സിനിമ കുതിച്ചു പായുകയാണ്. ഇനിയും ഇന്ന് ഇതുവരെ ലഭിച്ചിരിക്കുന്ന അപ്ഡേറ്റുകൾ പ്രകാരം നമുക്ക് കാണാൻ കഴിയുന്നു 554 ഷോകളിൽ നിന്ന് സിനിമ 57 ലക്ഷം രൂപയോളം വൈകുന്നേരം വരെ ട്രാക്ക്ഡ് കളക്ഷനിലൂടെ വന്നിരിക്കുന്നു. അതായത് 25%, 35,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയിട്ട്. എടുത്തു പറയേണ്ട കാര്യം വേറൊന്നുമല്ല, സിനിമയ്ക്ക് ഇതുവരെ എല്ലാ ദിവസങ്ങളിലും 1 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയിട്ടുണ്ട്. എല്ലാ ദിവസവും 2 കോടിക്ക് മുകളിൽ കളക്ഷനും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ 42 കോടിക്ക് മുകളിലാണ് സിനിമയ്ക്ക് വേൾഡ് വൈഡ് കളക്ഷൻ വന്നിരിക്കുന്നത്. ഇന്നത്തോടെ സിനിമ 46 കോടിക്ക് മുകളിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. എന്താണേലും സിനിമ ഒരു വലിയ സക്സസ്സായി മാറിയിരിക്കുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നമ്മൾ ഉറ്റുനോക്കുകയാണ് 25 കോടി എന്നെത്തുമെന്നുള്ളത്. അതുപോലെ തന്നെ വേൾഡ് വൈഡായിട്ട് 50 കോടി ഈ ആഴ്ച തന്നെ സിനിമ എത്തുന്നതുമായിരിക്കും. അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ 17 കോടിക്കടുത്ത് 16 കോടി 75 ലക്ഷം രൂപയാണ്. ഓവർസീസിൽ നിന്ന് 20 കോടിക്ക് അടുത്ത് ലഭിച്ചു, അല്ലെങ്കിൽ അതിന് മുകളിൽ ലഭിച്ചു എന്നുള്ള എസ്റ്റിമേറ്റഡ് കളക്ഷനായിട്ടാണ് വരുന്നത്. വേൾഡ് വൈഡായിട്ട് 5 ദിനം കൊണ്ട് സിനിമ നേടിയത് 38 കോടിയാണ്. അതായത് 6ാം ദിവസമായി ഇന്നലെയും ഇന്നും കൂടെ കൂട്ടുമ്പോൾ സിനിമ 10 കോടിക്ക് മുകളിലേക്ക് കയറും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്നും നമുക്ക് ബുക്ക് മൈ ഷോയിൽ നോക്കുമ്പോൾ ഈവനിങ് നൈറ്റ് ഷോസ് എല്ലാം ഓൾമോസ്റ്റ് ഫുൾ എന്നുള്ള ലെവലിൽ തന്നെയാണ്. അതായത് പല സ്ഥലങ്ങളിലും എക്സ്ട്രാ ഷോസ് ഇപ്പോൾ ആഡ് ചെയ്യുന്നു. ഓണം സീസണാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ കുടുംബ പ്രേക്ഷകരെ ഏറ്റവും അട്രാക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമ ഈ ഒരു കാര്യം തന്നെയാണ്. അതെ, ഹൃദയപൂർവ്വം ഹൃദയത്തിൽ ചേർത്ത് വെക്കുന്നു മലയാളികൾ. മോഹൻലാലാണോ മലയാളികൾക്ക് അത് നെഞ്ചിലേറ്റാൻ വേറെ ഒന്നും തന്നെ പറയേണ്ട കാര്യവുമില്ല. കാത്തിരിക്കുന്നു നിങ്ങളുടെ കമൻസുകൾക്കും കാര്യങ്ങളുമായി. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരണം. ലാൽസലാം.